പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 ഫെബ്രുവരി മാസം 4-ാം തീയതി ചൊവ്വാഴ്ച. ദൈവത്തിന്റെ അളവറ്റ കൃപയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം സന്തോഷത്തിന്റെയും അനുഗ്രഹത്തിന്റെയും നന്മയുടെയും ദിനമായി ഓരോരുത്തരും ആയിരിക്കുന്ന ഇടങ്ങളിൽ ആരോഗ്യത്തോടും ദൈവകൃപയോടും കൂടെ പ്രവർത്തിപ്പാൻ, ജീവിപ്പാൻ, കർത്താവിനോട് ചേർന്ന് വസിപ്പാൻ സർവശക്തനായ ദൈവം എല്ലാവരെയും ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് ആവർത്തന പുസ്തകം 9-ാം അധ്യായം 3-ാം വാക്യം. ഡ്യൂട്രോണമി ചാപ്റ്റർ 9 വേഴ്സ് 3 നാം ഇപ്രകാരം വായിക്കുന്നു: എന്നാൽ നിന്റെ ദൈവമായ യഹോവ ദഹിപ്പിക്കുന്ന അഗ്നിയായി നിനക്ക് മുമ്പിൽ കടന്നു പോകുന്നുവെന്ന് നീ ഇന്ന് അറിഞ്ഞുകൊള്ളുക. അവൻ അവരെ നശിപ്പിക്കുകയും നിന്റെ മുമ്പിൽ താഴ്ത്തുകയും ചെയ്യും. അങ്ങനെ യഹോവ നിന്നോട് അരുളി ചെയ്തതുപോലെ നീ അവരെ നീക്കിക്കളയുകയും ക്ഷണത്തിൽ നശിപ്പിക്കുകയും ചെയ്യും. വയോവൃദ്ധനായ മോശ ഇസ്രായേൽ ഗോത്രപിതാക്കന്മാരെയും പ്രഭുക്കന്മാരെയും കൂട്ടുവരുത്തി ഇസ്രായേൽ ജനം മിസ്രൈമ അടിമത്വത്തിലായതു മുതലുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുകയും അവരെ ഇറക്കിക്കൊണ്ടുവന്നതും അവർ കടന്നുപോയ നാൾ വഴികളെക്കുറിച്ചും വ്യക്തമായി ആവർത്തിച്ച് പറഞ്ഞ് ജനത്തെ ബോധ്യപ്പെടുത്തുന്നു. ഈ 3-ാം വാക്യത്തിന്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ ആവർത്തനം 9-ാം അധ്യായം 1-2 വാക്യങ്ങൾ നാം വായിച്ച് മനസ്സിലാക്കണം. അവിടെ മോശ അവരോട് പറയുമ്പോൾ ദൈവം ഒരു പ്രവചനമായി മോശയോട് പറഞ്ഞതായിട്ടാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. കാരണം നിങ്ങൾ വലിപ്പമുള്ള വലിയ ജാതിയായ പൊക്കമുള്ള പട്ടണങ്ങളുള്ള അനാക്യരെ, ആ ജാതിയെ കീഴടക്കും, നിങ്ങളവരെ നശിപ്പിക്കും. മാത്രമല്ല ഒരു ചൊല്ല് തന്നെ നിലവിലുണ്ട്: അനാക്യരുടെ മുമ്പിൽ ആര് നിൽക്കും? എന്നാൽ സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, അങ്ങനെ നാട്ടിലൊരു ചൊല്ലുപോലുമുള്ള ശക്തരായ പൊക്കമുള്ള കായിക ബലക്ഷമതയുള്ള അനാക്യരെ നിങ്ങൾ തോൽപ്പിക്കും. അതെങ്ങനെയാണ് തോൽപ്പിക്കുന്നത്? അതെ, ദഹിപ്പിക്കുന്ന അഗ്നിയായി സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ മുൻപാകെ കടന്നു പോകും. അങ്ങനെ നിങ്ങൾ അവരെ ക്ഷണത്തിൽ നശിപ്പിക്കും, അവരെ ഇല്ലാതാക്കും. നിങ്ങളവരെ മുച്ചൂടും മുടിച്ച് നിങ്ങൾ സകലത്തിന്മേലും ജയം പ്രാപിക്കും. പ്രിയ സഹോദരി സഹോദരങ്ങളെ, ദൈവമക്കളെ, ഇന്ന് അവരവരുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാട്ടെ. നമുക്ക് ഒരു വിധത്തിലും നിയന്ത്രിക്കുവാൻ പറ്റാത്ത, നമ്മുടെ കൈകളിൽ ഒതുങ്ങാത്ത ചില വിഷയങ്ങൾ അനാക്യമല്ലന്മാരുടെ കൂട്ട്, വലിപ്പവും പൊക്കവും ഉയർന്ന പട്ടണങ്ങൾ, അതെ, ശക്തി കൊണ്ടും പല വിധത്തിലുള്ള സ്വാധീനം കൊണ്ടും ശക്തമായ പല വിഷയങ്ങൾ ഇന്ന് നമ്മളെ നേരിടുകയാണ്. നമുക്കറിയത്തില്ല അതിനെ എങ്ങനെ അതിജീവിക്കും. ശത്രു പല വിധങ്ങളിൽ നമ്മുടെ മനസ്സറിയാത്ത കാര്യങ്ങൾക്കുൾപ്പെടെ പലയിടങ്ങളിലായി വാത് കെട്ടുകയാണ്. ശത്രു വളരെ ശക്തമായി അവന്റെ തന്ത്രങ്ങൾ മെനയുകയാണ്. എന്നാൽ സത്യസന്ധമായി ദൈവത്തിൽ ആശ്രയിച്ച് ദൈവകൃപയിൽ ജീവിക്കുന്ന ഒരു ദൈവ പൈതല് ഒരു ശത്രുവിനെയും ഭയക്കേണ്ട കാര്യമില്ല. കാരണം നിനക്ക് മുമ്പിൽ സകലവും ദഹിപ്പിക്കുന്ന, സകല ശത്രുവിനെ ഉന്മൂലനാശം വരുത്തുന്ന ഒരു ദൈവം അഗ്നിയായി കടന്നു പോകുന്നുണ്ട്. അതേ പ്രിയമുള്ളവരെ, നിങ്ങളുടെ വിഷയം എന്താണ്? മക്കളുടെ വിഷയമാണോ? വിവാഹത്തിന്റെ വിഷയമാണോ? തലമുറയില്ലാത്തതാണോ പ്രശ്നം? ഈ ഫെബ്രുവരിയിൽ, ഈ ആഴ്ചവട്ടത്തിൽ നടക്കേണ്ട ചില നിയമകാര്യങ്ങളാണോ? സാമ്പത്തിക ബാധ്യതയാണോ? വിദേശയാത്രയാണോ?
അതുപോലെ തന്നെ ആരോഗ്യകരമായ ചില റിപ്പോർട്ടുകൾ, മാനസിക സംഘർഷങ്ങൾ. എന്താണ് നിങ്ങളെ അലട്ടുന്ന പ്രശ്നം? ആ പ്രശ്നത്തിന് മുൻപിൽ നിങ്ങളല്ല പോകുന്നത്, ഒരു പ്രാർത്ഥനക്കാരും അല്ല പോകുന്നത്, ഒരു സഭയുമല്ല പോകുന്നത്, ഈ ലോകത്തിൽ ഇന്ന് പേര് കേട്ട ഒരു ദൈവദാസനുമല്ല പോകുന്നത്. മറിച്ച് ദഹിപ്പിക്കുന്ന അഗ്നിയായി സ്വർഗത്തിലെ ദൈവം നമുക്ക് മുമ്പേ കടന്നു പോകുകയും അവരെ, ഈ അനാക്യരെ, ശക്തരായവരെ, പ്രബലരായവരെ, ആരും എതിർക്കുവാൻ മടിക്കുന്ന, ഭയക്കുന്ന, നമുക്കെതിരെ പല വിധങ്ങളിൽ വാടകോരുന്ന, പ്രതിസന്ധിയുടെ വലിയ അവസ്ഥകൾ വാരി വിതറുന്ന എത്ര ശക്തരെയും ഇല്ലായ്മ ചെയ്യുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ആകയാൽ ഈ പ്രഭാതത്തിൽ വിവിധ വിഷയത്താൽ വ്യാകുലപ്പെട്ട് ഭാരപ്പെട്ട് ഇന്ന് ഞാൻ എങ്ങനെ ഈ ദിവസം കഴിക്കും, ഇന്ന് ഞാൻ കേൾക്കുന്ന വാർത്ത അതെന്നെ വേദനിപ്പിക്കുമോ, ഹോസ്പിറ്റലിൽ നിന്ന്, കോടതിയിൽ നിന്ന്, എൻ്റെ മകൻ്റെ വാർത്ത, മകളുടെ വാർത്ത എന്നെ ഇന്ന് സങ്കടപ്പെടുത്തുമോ? വിഷമത്തോടെ ഇന്ന് എഴുന്നേറ്റവർ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നമ്മുടെ അവസ്ഥ നാം അറിയുന്നത് പോലെ അതിലൊരു ഇഞ്ച് പോലും കുറയാതെ കൃത്യമായി അറിയുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ആ ദൈവം എത്ര വലിയ അനാക്യരെയും തകർത്തെറിയുവാൻ, കത്തിച്ചു കളയുവാൻ നമുക്ക് മുമ്പിൽ ദഹിപ്പിക്കുന്ന അഗ്നിയായി കടന്നു പോകുന്നു. ആകയാൽ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് പരിപൂർണമായി ആശ്രയിച്ച് പ്രാർത്ഥനയോടെ ഇന്നത്തെ ദിനത്തിലേക്ക് പ്രവേശിക്കാം. അങ്ങനെ ഒരു വിജയജീവിതം, ജയജീവിതം, അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിൻ്റെ ഉടമകളായി ആയിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിനെ സാക്ഷിപ്പാനും സേവിപ്പാനും സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ പുത്തൻ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ചുറ്റുപാടുകളിൽ പോലും വിറയ്ക്കുന്ന, ഭയപ്പെടുന്ന ചില അനാക്യ അവസ്ഥകൾ ഞങ്ങളുടെ മുമ്പിലുണ്ട്. ഞങ്ങളെ വെല്ലുവിളിക്കുന്ന, ഞങ്ങളുടെ നന്മകളെ പിടിച്ചു കെട്ടുന്ന, ഞങ്ങൾക്കെതിരെ നിന്നയും പരിഹാസവും പല പല പ്രശ്നങ്ങളും ഉയർത്തുന്ന, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ ബന്ധിക്കുന്ന, ഞങ്ങളുടെ ആരോഗ്യത്തെ, ഞങ്ങളുടെ സന്തോഷത്തെ, ഞങ്ങളുടെ ആത്മീയ ജീവിതത്തെ പിടിച്ചു കെട്ടുന്ന സകല അനാക്യരെയും അവിടുന്ന് കത്തിച്ച് ചാമ്പലാക്കണമേ. ഞങ്ങളുടെ മുമ്പിൽ ദഹിപ്പിക്കുന്ന അഗ്നിയായി കടന്നു പോകണമേ. ഇന്നത്തെ ദിനം വിടുതലിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും ദിനമായി കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് പ്രാർത്ഥനയോടെ മുൻപോട്ട് പോകാൻ ഞങ്ങളെ ഒരുക്കണമെന്ന് യേശു മശിഹാ മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ഇസ്രയേലിൻ്റെ പരിശുദ്ധനായ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയായി നമ്മുടെ മുൻപിൽ ഉള്ളിടത്തോളം കാലം ഒന്നോർത്ത് ഭാരപ്പെടണ്ട, ഭയപ്പെടണ്ട, നിങ്ങൾ സംശയിക്കണ്ട. മുൻപോട്ട് പോകുക. നമ്മുടെ എല്ലാ പ്രതികൂലങ്ങളെയും തമ്പുരാൻ അനുകൂലമാക്കും. ഇന്നത്തെ ദിനം സകല ശത്രുവിനെയും ക്ഷണത്തിൽ ഇല്ലായ്മ ചെയ്ത് ദൈവമക്കൾ വിജയശ്രീലാളിതരായി അനുഗ്രഹത്തോടെ മുന്നേറും. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഒരുക്കുകയും ചെയ്യട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങളോടൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളങ്ങി. ഗോഡ് ബ്ലെസ് യു ഓൾ.